അടുത്ത മാസം ജനറൽ ബോഡി നടക്കാനിരിക്കെ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷം. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും ചർച്ചയായി. അതേസമയം അൻസിബ ഉന്നയിച്ച പരാതിയിൽ ജനറൽ ബോഡിക്ക് മുമ്പ് പരിഹാരം കാണാനാണ് അമ്മയുടെ ശ്രമം. ഇതിനായി ജൂൺ 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ തെളിവ് സഹിതം അമ്മയ്ക്ക് മുമ്പിൽ ഹാജരാകാൻ അൻസിബയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിലവിലെ എക്സിക്യൂട്ടീവിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് അൻസിബയുള്ളത്. റാംഷാ CP വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാംഷാ, ഈ പരാതി വിശദമായി കേൾക്കാം എന്നൊരു നിലപാടിലേക്ക് അമ്മ നേതൃത്വം എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സമിതി വേണം, ഒരു പ്രത്യേക സമിതി ഇത് പരിശോധിക്കണം എന്നുള്ള ആവശ്യമൊക്കെ നേതൃത്വത്തിന് മുമ്പിലേക്ക് അൻസിബയും വെച്ചിട്ടുണ്ട്. ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കം എത്രത്തോളം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്? ഈ തർക്കത്തിനൊരു പരിഹാരം സാധ്യമാകുമോ റാംഷാ? റിജിത്, ശ്രുതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻസിബ ഉന്നയിച്ച പരാതിയെ ചുറ്റിപ്പറ്റിയാണ് അമ്മയിലെ ചർച്ചകളെല്ലാം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ അൻസിബയെ കേൾക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ്. ജൂൺ 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം തെളിവുകൾ സഹിതം അമ്മയിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കണം, തെളിവ് കൈമാറണം എന്ന നിർദ്ദേശമാണ് അമ്മ അൻസിബയ്ക്ക് നൽകിയത്. എന്നാൽ അൻസിബ ഇതിലെടുക്കുന്ന ഒരു നിലപാട് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ, അത്തരമൊരു സമിതിക്ക് മുന്നിൽ മാത്രമേ താൻ തെളിവുകൾ സമർപ്പിക്കൂ എന്നതാണ്. നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയാലും ഭാരവാഹികളായാലും അവർക്കെല്ലാം ഈ വിഷയങ്ങൾ അറിയുന്നതാണ്. അവർ നേരത്തെ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും അതിൽ പ്രതികരിക്കുകയോ അതിൽ നിലപാടെടുക്കുകയോ ചെയ്യാത്ത ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് മുന്നിൽ ഒരു കാരണവശാലും ഈ തെളിവുകൾ ഹാജരാക്കാനോ താൻ നേരിട്ട് ഹാജരാകാനോ തയ്യാറല്ല എന്ന നിലപാടാണ് അൻസിബ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സമിതി നിഷ്പക്ഷമായി തന്നെ കേൾക്കണം, ആ സമിതിയിൽ ആരൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഡിമാൻഡ് കൂടി അൻസിബ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് MLA യും നടനുമായ രമേഷ് പിഷാരടി, അതോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ, നടി മാലാ പാർവതി, ഇവർ 3 പേരും ആ സമിതിയുടെ ഭാഗമായി ഉണ്ടാകണം. ആ സമിതിക്ക് മുന്നിൽ മാത്രമേ ഇക്കാര്യങ്ങൾ താൻ വിശദീകരിക്കൂ എന്ന നിലപാടാണ് അൻസിബ സ്വീകരിച്ചത്. എന്നാൽ ഇന്നലെയും അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിലൊന്നും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഇവരൊക്കെ അവൈലബിൾ ആകുമോ എന്നതാണ്. പിഷാരടി ഇപ്പോൾ ഒരു MLA ആണ്, അതോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ഷൂട്ടുമായി ബന്ധപ്പെട്ട തിരക്കുകളിലൊക്കെയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ ഇത്ര ഷോർട്ട് നോട്ടീസിൽ അവൈലബിൾ ആകുമോ എന്നൊരു ആശങ്ക കൂടി അമ്മ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സമിതിയെക്കുറിച്ചുള്ള ഒരാലോചനയും ഇന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 21-ാം തീയതി അമ്മയുടെ ജനറൽ ബോഡി യോഗം നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപായി ഈ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് ഇപ്പോൾ അമ്മ എടുത്തിരിക്കുന്ന നിലപാട്. ആദ്യഘട്ടത്തിൽ അത്തരമൊരു നിലപാടായിരുന്നില്ല. ജനറൽ ബോഡി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന നിലപാടായിരുന്നു അമ്മ എടുത്തത്. എന്നാൽ മുതിർന്ന നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉൾപ്പെടെ വന്ന് ഇക്കാര്യങ്ങൾ ജനറൽ ബോഡി വരെ കൊണ്ടുപോകരുത്, അതിനു മുൻപ് പരിഹരിക്കണം എന്ന ഒരു നിലപാട് പല അംഗങ്ങളും സ്വീകരിച്ചതോടെ അമ്മ അഴയുകയായിരുന്നു. ഈ ജനറൽ ബോഡി യോഗത്തിന് മുൻപായി തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടിലേക്ക് അമ്മ നേതൃത്വം എത്തിയതാണ്. പക്ഷേ അതിലൊരു പരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. ശരി, റാംഷാ CP വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അമ്മയിലെ തർക്കം ഒരു പരസ്യപ്പോരിലാണ് എത്തി നിൽക്കുന്നത്. ജനറൽ ബോഡിക്ക് മുമ്പേ തന്നെ പരിഹാരം കാണാനുള്ള ചില നീക്കങ്ങൾ അമ്മ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. റാംഷാ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.